ലെഡ് ആസിഡ് ബാറ്ററിയിൽ സൾഫേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബാറ്ററി സൾഫേറ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഏത് കാരണമാണ് ബാറ്ററി സൾഫേറ്റ് ആവുന്നത്? സൾഫേഷൻ എന്ന് പറയുന്നത് കേടാണോ? സൾഫേഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇതൊക്കെ ഈ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവർക്കും ഐ വിൽ ജസ്റ്റ് ലെറ്റ് യു നോ ഇത് സൾഫേഷൻ്റെ അർത്ഥം എന്താണെന്ന്. സൾഫേഷൻ എന്ന് പറയുന്ന 3 ടൈപ്പിൻ്റെ സൾഫേഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് വന്നിട്ട് നോർമൽ ചാർജ് ഡിസ്ചാർജ് റിയാക്ഷനിൽ ആവുന്ന സൾഫേഷനാണ്. ഈ പ്രോസസ്സിൽ എന്താണെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ബാറ്ററി ഡിസ്ചാർജ് ആവുമ്പോൾ പോസിറ്റീവ് പ്ലേറ്റ്സും നെഗറ്റീവ് പ്ലേറ്റ്സും രണ്ടും ലെഡ് സൾഫേറ്റാണ്. അത് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ലെഡ് സൾഫേറ്റ് വന്നിട്ട് ലെഡ് ഡയോക്സൈഡായിട്ട് മാറും. അതേപോലെ നെഗറ്റീവ് ലെഡ് സൾഫേറ്റ് വന്നിട്ട് സ്പഞ്ച് ലെഡായിട്ട് മാറും. ഇത് ഇങ്ങനെ മാറ്റം ആയതിനു ശേഷം ദാറ്റ് ഈസ് വെൻ വി സേ ഈ ബാറ്ററി വന്നിട്ട് ഫുള്ളി ചാർജ്ഡ് ആയി, നമ്മളുടെ അടുത്ത് ഫുള്ളി ചാർജ് ബാറ്ററി ഉണ്ടെന്ന്. അപ്പോൾ ഈ സൾഫേഷൻ കേടല്ല. അതേപോലെ ബാറ്ററിയെ കുറേ ദിവസം യൂസ് ചെയ്യാണ്ട് ചാർജ് ചെയ്യാണ്ട് ഡിസ്ചാർജും ചെയ്യാണ്ട് ഒരു സ്ഥലത്ത് വെച്ചാൽ അത് ഡിസ്ചാർജ് വന്നിട്ട് സെൽഫ് ഡിസ്ചാർജ് എന്ന് പറയും. ഇങ്ങനത്തെ സെൽഫ് ഡിസ്ചാർജ് വന്നിട്ട് ബാറ്ററി കുറേ ദിവസം യൂസ് ചെയ്യാണ്ട് സൈഡിൽ വെച്ചാൽ ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ബാറ്ററീസ് വന്നിട്ട് 4 വീക്സ് 6 വീക്സ് 8 വീക്സ് ഒക്കെ ആൾക്കാർ വണ്ടി യൂസ് ചെയ്യാണ്ട് അങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചപ്പോൾ സെൽഫ് ഡിസ്ചാർജ് ആയ ബാറ്ററി ഉണ്ടല്ലോ, അതിലും പ്ലേറ്റ്സ് ഒക്കെ സൾഫേറ്റായി. ഇങ്ങനത്തെ സൾഫേഷൻ വന്നിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് തിരിച്ചും അത് ബാറ്ററിയെ ശരിയാക്കാം. ബട്ട് കാറിൽ അത് ആവില്ല, കാറിൻ്റെ ചാർജറിൽ. അപ്പോൾ അതിന് ബെഞ്ച് ചാർജർ യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ സൾഫേഷനെ മാറ്റിയിട്ട് ബാറ്ററിയെ റിവൈവ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് വാസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് സൾഫേഷൻ. ഇപ്പോൾ തേർഡ് ടൈപ്പ് ഓഫ് സൾഫേഷൻ ഉണ്ടല്ലോ, അത് വന്നിട്ട് മോസ്റ്റ്ലി ആവുന്ന ബാറ്ററിയെ മിസ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ നിഗ്ലെക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ശരിക്കും യൂസ് ചെയ്തില്ലെങ്കിൽ ആവുന്ന സൾഫേഷനാണ്. ഇങ്ങനത്തെ സൾഫേഷൻ എപ്പോഴാണ് ആവുന്നത്? നമ്മൾ ബാറ്ററിയെ കുറേ മാസക്കണക്കിന് ഇങ്ങനെ സൈഡിൽ ഇട്ട് വെച്ചാൽ അത് വന്നിട്ട് ഡിസ്ചാർജ് സ്റ്റേറ്റിൽ തന്നെ വെച്ചു, അപ്പോൾ അങ്ങനത്തെ ബാറ്ററി സൾഫേറ്റ് ആവും. ഇപ്പോൾ ചിലപ്പോൾ വന്നിട്ട് ഒരു ബാറ്ററിയെ മാറ്റി വയ്ക്കും, ഒരു 7-8 months 10 months ഒക്കെ പുറത്ത് വെച്ചിട്ട് സ്ക്രാപ്പ് പോലെ ഇട്ട് വയ്ക്കും. പിന്നെ ആ ബാറ്ററി കൊണ്ടുവന്നിട്ട് ഈ ബാറ്ററി എന്താ ഇനിയും ചാർജ് പിടിക്കാത്തതെന്ന് പറഞ്ഞാൽ അത് വളരെ സൾഫേറ്റ് ആയ ബാറ്ററിയാണ്. അങ്ങനത്തെ ബാറ്ററി റിവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് കോസ് ഓഫ് സൾഫേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ബാറ്ററിയിൽ വെള്ളം ഒഴിക്കാണ്ട് ഇലക്ട്രോലൈറ്റ് ഒഴിച്ചിട്ട് ആ ഗ്രാവിറ്റിയെ മുകളിൽ കൊണ്ടുവന്ന ബാറ്ററീൻ്റെ ടോപ്പിംഗ് അപ്പ് ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ് വിട്ടിട്ടൊക്കെ ടോപ്പിംഗ് അപ്പ് ചെയ്താൽ ആ ബാറ്ററി സൾഫേറ്റ് ആവും. തേർഡ് റീസൺ ഈസ് ബാറ്ററിയെ നമ്മൾ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്തു. ആൻഡ് ഇഫ് ദ ബാറ്ററി ഈസ് ഓപ്പറേറ്റഡ് അറ്റ് സച്ച് എലിവേറ്റഡ് ടെമ്പറേച്ചർ ബിയോണ്ട് ദ റെക്കമെൻഡഡ് സേഫ് ലിമിറ്റ്സ് ഓഫ് ഓപ്പറേഷൻ. പറഞ്ഞാൽ മാനുഫാക്ചറർ പറയുന്നതിനെക്കാട്ടിലും വളരെ അധികം കൂടുതൽ ഹൈ ടെമ്പറേച്ചറിൽ ബാറ്ററി ഓപ്പറേറ്റ് ചെയ്താൽ അങ്ങനത്തെ ബാറ്ററിയും സൾഫേറ്റ് ആവും. ഒരു ബാറ്ററിയെ കണ്ടിന്യൂസ്ലി നമ്മൾ അണ്ടർ ചാർജ്ഡ് ആയിട്ട് വെച്ചു, സപ്പോസ് യൂസ് ചെയ്തിട്ട് ഫുൾ ചാർജ് ചെയ്യാണ്ട് നെക്സ്റ്റ് ഡേ തിരിച്ചും യൂസ് ചെയ്തു, പിന്നെ തിരിച്ചും യൂസ് ചെയ്തു, അങ്ങനെ കണ്ടിന്യൂസ്ലി ബാറ്ററി അണ്ടർ ചാർജ്ഡ് ആയിട്ട് വെച്ചാലും അങ്ങനത്തെ ബാറ്ററി സൾഫേറ്റ് ആവും. ആൻഡ് ബാറ്ററിയിൽ റെഗുലർലി വെള്ളം ഒഴിക്കണം ആൻഡ് അതിന് ടോപ്പ് അപ്പ് ചെയ്യണം. നമ്മൾ വന്നിട്ട് വെള്ളം ഒഴിക്കാണ്ട് ലോ ലെവലിൽ വന്നിട്ട് ബാറ്ററിയെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താലും ബാറ്ററി സൾഫേറ്റ് ആവും. ഇപ്പോൾ ഇങ്ങനത്തെ സൾഫേഷൻ, ഈ തേർഡ് ടൈപ്പ് ഓഫ് സൾഫേഷൻ വിച്ച് ഐ ടോൾഡ് യു, ഇങ്ങനത്തെ സൾഫേഷനായ ഇങ്ങനത്തെ ബാറ്ററിയെ റിക്കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ബാറ്ററിയെ വന്നിട്ട് നമ്മൾ നോക്കിയാൽ ഇതിലുള്ള സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, അത് വലിയ ക്രിസ്റ്റൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രസ് ഓഫ് ലെഡ് സൾഫേറ്റ് ആയിരിക്കും. വേറെസ് നോർമൽ സൾഫേഷൻ, ഈ നോർമൽ ചാർജ് ഡിസ്ചാർജ് ഓപ്പറേഷൻ്റെ ബാറ്ററിയിൽ ആവുന്ന സൾഫേറ്റ് ഉണ്ടല്ലോ, അത് ഫൈൻ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. ആൻഡ് ഇപ്പോൾ സൾഫേഷൻ ആയിട്ടുണ്ട് ബാറ്ററി, ഇതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇപ്പോൾ കണ്ടിന്യൂസ്ലി ബാറ്ററി യൂസ് ചെയ്യുന്ന ആൾക്ക് സപ്പോസ് അയാൾ കണ്ടു ഈ ബാറ്ററിയിൽ കപ്പാസിറ്റി കുറവാണ്, അല്ലെങ്കിൽ
ഈ സെല്ലിൽ കപ്പാസിറ്റി കുറവാണ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടായാൽ അപ്പോൾ അയാൾക്ക് മനസ്സിലാവും ഈ ബാറ്ററി മോസ്റ്റ്ലി സൾഫേറ്റ് ആയിട്ടുണ്ട് എന്ന്. അനദർ തിങ് ഈസ്, നമ്മൾ ചാർജിൽ വെക്കുമ്പോൾ ഈ ബാറ്ററീൻ്റെ ഗ്യാസിങ് ഉടനെ തുടങ്ങി, ആൻഡ് വി ഫൈൻഡ് ദറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ഗ്യാസിങ് ഈസ് മച്ച് ഏർലിയർ. ചാർജിങ് തുടങ്ങിയ കുറേ സമയത്ത്, മീൻസ് ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം, ഉടനെ വന്നിട്ട് ഗ്യാസിങ് തുടങ്ങിയ അങ്ങനത്തെ ബാറ്ററിയും മോസ്റ്റ്ലി സൾഫേറ്റഡ് ആയിരിക്കും. ആൻഡ് സപ്പോസ് ഒരു ബാറ്ററി നമ്മളുടെ അടുത്ത് വന്നു ആൻഡ് അതിൽ കണ്ടിന്യൂസ്ലി ലോ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, വളരെ ലോ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ആസിഡിൻ്റെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും ഈ ബാറ്ററി മോസ്റ്റ്ലി സൾഫേറ്റഡ് ആണ്. ആൻഡ് യൂഷ്വലി സൾഫേറ്റഡ് ബാറ്ററി പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ബിക്കോസ് അതിൽ വളരെ ബൾജിങ് കാണും. അതെന്താ ബൾജാവുന്നതെന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവ് പ്ലേറ്റ് സൾഫേറ്റ് ആയാൽ അത് വന്നിട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ബൾജിങ് ആൻഡ് ബാറ്ററി കണ്ടെയ്നർ ആൻഡ് ബാറ്ററി പാർട്ടീഷന് അത് പുഷ് ചെയ്തിട്ട് ഈ ബാറ്ററി വലുതായിട്ട് ബൾജായിട്ട് നമുക്ക് കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ആൻഡ് ഈ ബാറ്ററീസ് റിവൈവ് ചെയ്യാൻ സാധിക്കും, ബട്ട് ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട്. ആൻഡ് ഇതിൻ്റെ പ്രൊസീജിയറും വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ചെയ്യാൻ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. ആ പ്രൊസീജിയർ എന്താണ് നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു, ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് പോഡ്കാസ്റ്റ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. Please do visit www.rameshnatarajan.in. You may contact us by writing to rameshnkailad@gmail.com. rameshnkailad@gmail.com. Keep yourself updated about our new releases by hitting the subscribe button.